പ്രവർത്തനങ്ങൾ കേൾക്കുമ്പോൾ അതാണ് സാക്ഷ്യം. അത് കേൾക്കുമ്പോൾ എന്നാ പറ്റും? അന്ധഃകരണങ്ങളിലേക്കാണ് ആ പ്രവർത്തനങ്ങൾ ആന്തരിക ബോധ്യം ജനിപ്പിക്കുന്നത്. അപ്പോൾ എന്നാ പറ്റും? പ്രത്യാശ തരും. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞില്ലേ 10:33 ഹെബ്രായ ലേഖനം, നമ്മളെ പ്രത്യാശയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യാശ തരുമ്പോൾ പ്രത്യാശ നമുക്ക് എന്നാ തരണത്? ജെറുസലേം വിട്ടു പോവാതിരിക്കാനുള്ള കർത്താവിൻ്റെ ആന്തരികമായിട്ടുള്ള വചനമാണത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന് പറയുന്ന റോമ 5:5 ആ വചനങ്ങൾ ലിങ്ക് ചെയ്യണത്, ആധ്യാത്മിക അഭിഷേക ശാസ്ത്രമനുസരിച്ച് ലിങ്ക് ചെയ്യണത് ജെറുസലേം വിട്ടു പോകരുത് എന്ന് പറയുന്ന വചനമായിട്ടാണ്. ജെറുസലേം വിട്ടു പോകരുതെന്ന് ഈശോ എപ്പോഴാണ് പറയണത്? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് എന്ന് പറഞ്ഞേ, വിട്ടുപോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവേൻ. അപ്പോൾ 2 വചനങ്ങളാണ് ഈശോ പറയണത്. ഒന്ന് ജെറുസലേം വിട്ടു പോകരുത്, ലുക്കാ 24 തിരുവചനം 49. അപ്പോൾ വിട്ടുപോകാനുള്ള ഒരു പ്രവണത എപ്പോഴും മനുഷ്യന് ഉണ്ടാകും. അതാണ് സാക്ഷ്യങ്ങളുടെ ഒരു ഗുണം. ഈ വിട്ടുപോകാതിരിക്കാനതിന് പകരം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് പ്രത്യാശയാണ്. അതാ റോമ 5:5 പറയണത്. പ്രത്യാശ, കഷ്ടത, സഹനശീലം പറഞ്ഞ് സഹനശീലം, ആത്മധൈര്യം പ്രത്യാശയും നമ്മൾക്ക് നൽകുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ഈ നിരാശയാണ് വിട്ടുപോകാൻ. ആശ തീരുമ്പോൾ നിരാശ വരും, അല്ലേ? ആശയ്ക്കെതിരെയാണ് നിരാശ വരുന്നത്. നിരാശയാണ് വിട്ടുപോകാൻ നമ്മളെ സമ്മർദ്ദത്തിലാക്കുന്നത്. അത് പ്രത്യാശയാണ് നമ്മളെ ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നത്. സാക്ഷ്യങ്ങൾ നമുക്ക് തരുന്നത് എന്താണ്? പ്രത്യാശയാണ് തരുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഇടയ്ക്ക് നിങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം. എന്നാ പ്രാർത്ഥിക്കേണ്ടത്? അമ്മേ, ജെറുസലേം വിട്ടു പോവാതിരിക്കാൻ. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താ? മഹാരാജാവിൻ്റെ നഗരമെന്നല്ലേ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവസാന്നിധ്യം വിട്ടു പോകരുതെന്നാണ് പറയണത്. അല്ല, ജെറുസലേം വിട്ടു പോകരുതെന്ന് പറയണത് ഈ മണ്ണഞ്ചേരി വിട്ടു പോകരുതെന്ന് പറഞ്ഞ പോലെ അല്ലേ. ജെറുസലേം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലം. വിട്ടു പോകരുത്. സ്തുതിയുടെ ഹല്ലേലൂയ. ഈ ജെറുസലേം വിട്ടുപോകാൻ വേണ്ടി, ദൈവസന്നിധാനം വിട്ടുപോകാൻ വേണ്ടി ഒത്തിരി പേര് നമ്മളെ സമ്മർദ്ദത്തിലാക്കും, ഇല്ലേ? അതല്ല ബാങ്ക് മാനേജർ പറഞ്ഞത്. അച്ഛന്മാർ വരെ അവരോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അതാണ് കാലം. നമ്മൾ രക്ഷപ്പെടുമെന്ന് ആർക്കറിയാൻ പറ്റും? ദൈവത്തിന് അറിയാൻ പറ്റും. പിന്നെ ആർക്കറിയാൻ പറ്റും? അതാണ് കുഴപ്പം. നമ്മൾ രക്ഷപ്പെടുന്ന 2 കക്ഷികൾക്കറിയാം. ഒന്ന് ദൈവത്തിന് അറിയാം, പിന്നെ അതർ പാർട്ടിക്കും അറിയാം. അപ്പോൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നീ വിശ്വാസത്തിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി സമ്മർദ്ദങ്ങളുണ്ടാകും. അതെല്ലാം മേഖലകളിൽ നിന്ന് ഉണ്ടല്ലോ ഇപ്പോൾ ആവശ്യത്തിന്, അല്ലേ? എന്നിട്ടും കർത്താവ് ഐതിഹാസികമായ സാക്ഷ്യമായി തൻ്റെ കൂടെ, ജനങ്ങളുടെ കൂടെ കർത്താവ് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൈ അടിച്ച് കർത്താവ് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ.
ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ ബാങ്ക് മാനേജറിൻ്റെ ബ്രദർ പറഞ്ഞു, നീ ദൈവത്തോടാണ്, അതായത് ഈശോയോടാണ് അമ്മയുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ജനങ്ങളുടെ കിംവദന്തികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. എന്തിനാണ് പ്രസക്തിയുള്ളത്? നീ പരിശുദ്ധ അമ്മ വഴി ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ്. കാര്യം എന്താ? ഉടമ്പടി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. കാര്യം നമ്മൾ ഇട്ടുപോയാലും ദൈവത്തിന് അത് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ദൈവമായിട്ട് നിലവിൽ വരുത്തിയ ഒരു രക്ഷാ സംവിധാനമാണത്. നോഹിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് കർത്താവിൻ്റെ കാലം വരെ ഒരു കാര്യമേ ഉള്ളൂ, പഴയതും പുതിയതും ഒന്നേ ഉള്ളെങ്കിലും കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെയാണ് സ്ഥാപിച്ചത്. അപ്പോൾ എന്താണ് ഉടമ്പടി എന്നുള്ള കൺസെപ്റ്റ്? സ്വർഗീയമായ ഒരു കൺസെപ്റ്റാണ്. നമ്മളതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ആഴമായി അതിനോട് ആത്മാർത്ഥത പുലർത്തുന്നു, അതനുസരിച്ച് കൊണ്ട് അതിൻ്റെ വാഗ്ദാനങ്ങൾ എല്ലാ വശങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കും. ഞാൻ വാസ്തവത്തിൽ ഇന്നത്തെ ഏറ്റവും നല്ല ഇപ്പോൾ ഡയറക്ടേഴ്സ് ഓപ്ഷൻ എന്ന് പറയാമെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് മാനേജറിൻ്റെ സാക്ഷ്യമാണ്. എന്നാ കാര്യം എന്നറിയാമോ? അത് പറയാൻ കാരണം ആ സാക്ഷ്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ലീഡിങ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സിനെയാണ് ആ കേസ് ഏൽപ്പിക്കുന്നത്, ഇല്ലേ? ആ കേസിൻ്റെ ഒരു നാളുവഴികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലീവ് ആപ്ലിക്കേഷൻ ഇല്ല, ഉണ്ട്, പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ അത് അപ്രത്യക്ഷമായിരിക്കുക. നമ്മുടെ കയ്യിൽ അക്നോളജ്മെൻറ്റും ഇല്ല അതിൻ്റെ. അപ്പോൾ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തതായിട്ട് തെളിവില്ല, അതാണ് പ്രശ്നം. പിന്നെ കേസ് എങ്ങനെയും പോകാം. അതുകൊണ്ടാണ് ലീഡിങ് ഇപ്പോൾ കാളിസ്ഥലത്തെ പോലുള്ള ലീഡിങ് അഡ്വക്കേറ്റ്സുകളെ കണ്ടിട്ട് അവർ നോക്കണം എന്താ, ഒരു കേസ് കാണുമ്പോൾ അതിൻ്റെ ഫാബ്രിക്കേഷൻ കാണുമ്പോൾ അവർക്കറിയാൻ പറ്റും എന്നാ റിലീസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന്. ഇതിൽ നിന്ന് എന്ത് ജഡ്ജ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഗ്രൗണ്ട് ഇല്ലാത്ത, എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തിന് 0 റിലീസാണ് വരണത്. അതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഒരു അഡ്വക്കേറ്റ് ഇരിപ്പുണ്ട്. ഞാൻ എപ്പോഴും അമ്മയോട് അമ്മ എന്നാ അഡ്വക്കേറ്റ് ആയെന്ന് ചോദിക്കും. കാരണം ഇപ്പോൾ കത്തോലിക്ക സഭ ജനലക്ഷങ്ങളും ജനകോടികളും അമ്മയെ അഡ്വക്കേറ്റ് എന്നാണ് വിളിക്കുന്നത്. എങ്ങനെ അഡ്വക്കേറ്റ് ആയതാണ്? അമ്മ എങ്ങനെ അഡ്വക്കേറ്റ് ആയെന്നുള്ളത് ഈശോനോട് ചോദിക്കുമ്പോൾ ഈശോ പറയും. ഈശോ പരിശുദ്ധാത്മാവിനെ അഡ്വക്കേറ്റ് എന്ന് വിളിക്കണത്, ഇല്ലേ? പരിശുദ്ധാത്മാവിനെയാണ് ഈശോ അഡ്വക്കേറ്റ് എന്ന് വിളിക്കണത്. അവൻ നിനക്ക് വേണ്ടി വാദിക്കും. ഈ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്നല്ലേ അമ്മയോട് പറഞ്ഞിരിക്കണത്. അമ്മയും നമ്മളും തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം അതെപ്പോഴും അറിയണം. അത് അമ്മയും നമ്മളും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ പരിശുദ്ധാത്മാവ് വന്നു, പിന്നെ ഒരിക്കലും പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് വിഷയം. ഏറ്റവും വലിയ ആധ്യാത്മിക വിഷയം അതാണ്. പരിശുദ്ധാത്മാവ് വരുന്നതിനൊരു പ്രശ്നവുമില്ല, പക്ഷെ വന്നാൽ നിക്കക്കള്ളിയില്ല, തിരിച്ചു പോകുന്നതാണ് പ്രശ്നം. അവിടെയാണ് നമ്മുടെ ആധ്യാത്മിക പരാജയപ്പെടുന്നത്. അമ്മയും നമ്മളും തമ്മിൽ എവിടെയെങ്കിലും ഒരു വിയോജിപ്പ്, ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അതാണ്. വന്ന ആത്മാവ് തിരിച്ചു പോകാൻ അമ്മ അനുവദിക്കത്തില്ല. നമ്മളും അതുപോലെ ചെയ്യുമ്പോൾ നമ്മളും അമ്മയെപ്പോലെയാവും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മയെപ്പോലെ ആത്മാവിനെ ലഭിച്ചാൽ ഒരു കാരണവശാലും ആത്മാവ് തിരിച്ചു പോകാതിരിക്കാൻ ഞങ്ങളെ വിശ്വാസത്തിലെ വിശുദ്ധിയിലെ അഭിഷേകം ചെയ്യണം. സ്തുതിയുടെ ഹല്ലേലൂയ. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം. ഇപ്പം ലോകത്തിലെ പ്രഗത്ഭന്മാരായ വക്കീലെല്ലാം നമ്മുടെ വിഷയം പറയുമ്പോൾ അവർ മനസ്സിലിട്ട് തൂക്കിയിട്ട് പറയും ഇതിനെന്നാ റിലീസ് കിട്ടും എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതെന്നാ ജഡ്ജ്മെൻറ്റ് ഇതിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്.
ജഡ്ജ്മെൻറ്റ് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ ആ കേസ് അവർ തള്ളും. എന്താ കാര്യം? അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതാണ്, അവരുടെ പേരിനെ ബാധിക്കുന്നതാണ്. കേസ് പൊട്ടിയെന്ന് കേട്ടാൽ പിന്നെ ആരും കസ്റ്റമേഴ്സൊന്നും പിന്നെ അടുത്ത ആഴ്ച പോലും ചെല്ലത്തില്ല. ആ വഴുക്കിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലെന്ന് പറയും. അതുകൊണ്ട് അവരാ റിസ്ക് എടുക്കാത്തത്. പക്ഷേ എല്ലാ റിസ്ക്കും എടുക്കുന്ന ഒരാളാണിത്. ഇയാളെടുത്ത് ഏറ്റവും വലിയ റിസ്ക്കാണ് ഇത്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിന് വേണ്ടി ഇതുപോലെ എന്തെങ്കിലും റിസ്ക് എടുത്താലേ നമ്മൾ അമ്മയെപ്പോലെയാവും. കാര്യം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു റിസ്ക് നമ്മളെടുത്ത ഒരു സാഹസം എടുത്താൽ, കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ കൈ നീട്ട് പറയണതല്ല, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ റിസ്ക് എടുക്കുന്നത് നല്ലതാണ് അല്ലേ. 16:24 തിരുവചനം, മത്തായിയുടെ സുവിശേഷം. മത്തായിയുടെ സുവിശേഷം തിരുവചനം 16-ാം അധ്യായം 24-ാം വാക്യം. എന്നെപ്രതി റിസ്ക് എടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ച് എൻ്റെ പിന്നാലെ വരും. എന്തെങ്കിലും റിസ്ക്, ഇപ്പം നിന്നോട് പോരും ഭവിഷ്യനും കാണിക്കുന്ന നാത്തൂനായാലും, നിന്നെ ചവിട്ടിത്തള്ളുന്ന മേലാളായാലും, ഇപ്പോൾ റിസ്ക് വന്ന കണ്ടില്ലേ ആ ബാങ്ക് മാനേജറിൻ്റെ കേസ്, അത് റിസ്ക്കാണത്. അമ്മ എന്താണ് അവരോട് ചോദിച്ചത്? എന്ത് റിലീസ് കിട്ടുമെന്നല്ല അമ്മ ചോദിച്ചത്, നിനക്കെന്ത് റിലീസ് വേണമെന്നാണ്. ആ വ്യത്യാസം. ലോകത്തിലെ എല്ലാ ജഡ്ജിമാരും വക്കീൽമാരും നമ്മുടെ കേസ് കേൾക്കുമ്പോൾ ചോദിക്കണത് ഇതിനെന്ത് റിലീസ് കിട്ടുമെന്ന്. പക്ഷെ അമ്മ നിന്നോട് ചോദിക്കണത് എന്താണ്? മകളെ, നിനക്കെന്ത് റിലീസ് വേണം, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ചേച്ചി പറയും, എനിക്ക് നീതി നടത്തണം. കാരണം ഞാൻ ലീവ് കൊടുത്തതാ, എൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ലീവ് കൊടുത്തതാ. അപ്പോൾ എനിക്ക് VRSൻ്റെ ആവശ്യമില്ല, ടെർമിനേഷൻ്റെ ആവശ്യമില്ല. ബാങ്ക് എന്നോട് ടെർമിനേഷൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊരു ആനുകൂല്യം കിട്ടാതെ എന്നെ വരും കൈയോടെ പറഞ്ഞു വിടാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് നീതി നടത്തി തരണമെന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടതാണ് എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം, വീണ്ടും പഴയ മാനേജറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യണം. അവർ മുൻകാല പ്രാബല്യമൊന്നും അവർ ചോദിച്ചില്ല. പക്ഷെ അമ്മ കൊടുത്ത 7 വർഷത്തെ പ്രാബല്യത്തോടുകൂടിയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. കൈയിടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് പാരലായിട്ടുള്ള സാക്ഷ്യമാണ് ലിൻസി ചെറിയാൻ്റെ സാക്ഷ്യം. ലിൻസി ചെറിയാൻ്റെ പ്രശ്നം എന്താ? കടങ്ങളാണ്, വല്ലാത്ത കടങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണ് അവളുടെ മനസ്സിൽ ഇരിക്കുന്നത്. പക്ഷേ ഈശോ അവളോട് എന്നാ ചോദിച്ചത്? നിനക്കെന്താണ് വേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഓർത്തില്ല അങ്ങനെ ഒരു ചോദ്യം എനിക്ക് വരുമെന്ന്. ദാറ്റ് മീൻസ് ആ ചോദ്യം അമ്മയുടെ ചോദ്യം തന്നെയാണ്. എന്താണ്? എന്ത് റിലീസാണ് നിനക്ക് വേണ്ടത്? അപ്പോഴുടനെ അവൾ തിരിച്ചറിഞ്ഞ് എന്താ വേണ്ടത്? ജോലിയാണ്. അപ്പോൾ 53 വയസ്സുള്ള ഹസ്ബൻഡിന് ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ല. സാധ്യത ഇല്ലാത്തപ്പോഴാണ് ഉടമ്പടി ഉടലെടുക്കുന്നത്. എവിടെയാണ് ഉടമ്പടി ഉടലെടുക്കുന്നത്? സാധ്യത ഇല്ലാത്തപ്പോഴാണ്. നിന്റെ ജീവിതത്തിൽ സാധ്യത മങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ സാധ്യത വരുന്നത്. അമ്മയോട് ചോദിച്ചില്ല, അമ്മ ദൈവത്തോട് ചോദിച്ചില്ലേ, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലുക്ക 1:34. അത് എന്നും നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. ഒന്ന് പറഞ്ഞ്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം എന്ത് ദുർഘടത്തിൽ ചെന്ന് ചാടിയാലും ഈ ലുക്ക 1:34 ഉടനെ ഓർക്കണം. എന്താണ്?
ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നമുക്കെല്ലാവർക്കും വേണ്ടി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അമ്മ ചോദിക്കുമ്പോൾ അമ്മ ആരുടെ അമ്മയാണ്? ലോകത്തിൻ്റെ അമ്മയാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നൊരു പെശക് എന്താണെന്നറിയാമോ? അമ്മ ഈ ട്രാൻസ്പോർട്ട് ബസ് പോലെ ആയിപ്പോയതാണ് നമുക്കുണ്ടായ കുഴപ്പം. എന്താ കുഴപ്പം? എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മ. പക്ഷേ പുസ്തകത്തിലെ പശു പുല്ലു തിന്നത്തില്ല. എല്ലാവരും പറഞ്ഞു യേശുവിൻ്റെ അമ്മ നമ്മുടെയും അമ്മ. അത് ഈ പ്രമാണത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മൊത്തം പ്രമാണത്തിൽ നമ്മുടെ പേര് കിടക്കണ പോലെ ഇരിക്കും. കുടുംബത്തിൻ്റെ മൊത്തം പ്രമാണത്തിൽ നമ്മുടെ പേരുണ്ട് എന്ന് വെച്ചാൽ ഈ സാധനം കൊണ്ട് നമുക്ക് ഈടുവെക്കാൻ പറ്റുമോ? ഇല്ല. യേശുവിൻ്റെ അമ്മ നമ്മുടെ അമ്മയായതുകൊണ്ട് ചില സമയത്ത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്താണതൊരു ജനറൽ കൺസെപ്ഷനാണത്. എന്ത് ചെയ്യണം? കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള വാഗ്ദാനമാണത്. അവിടെ നമ്മൾ ആ പ്രമാണത്തിൽ നമ്മുടെ പേരുണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രമാണം മൊത്തത്തിലുള്ളതാണ്. നമ്മളെന്നാ ചെയ്യണത്? നമുക്ക് ആ പ്രമാണം കൊണ്ട് പ്രയോജനം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പ്രമാണത്തിന് ഭാഗ ഉടമ്പടി നടത്തണം. ഭാഗ ഉടമ്പടി നടത്തിയിട്ട് നമ്മുടെ പോർഷൻ നമ്മൾ രജിസ്റ്റർ ചെയ്യണം, പൊക്കോരോ ചെയ്യണം. എന്നിട്ട് നമ്മുടെ പോർഷന് നമ്മൾ ടാക്സ് അടക്കണം. അപ്പോഴാണ് നമ്മുടേതായി തീരുന്നത്. ഇതുപോലെയാണ് യേശുവിൻ്റെ അമ്മ എല്ലാവരുടെയും അമ്മയാണെന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ടുള്ള ഇഫക്റ്റാണത്. അതൊരു വ്യക്തിപരമായ ഇഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യേശുവിനോട് നമ്മൾ കണ്ണുനീരോട് ചോദിക്കണം, അമ്മയെ എനിക്ക് നീ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം എപ്പോഴും ഒരു ദുർഘടത്തിൻ്റെ സമയത്താണ് അമ്മയെ കൊടുക്കുന്നത്. യേശു ആണെങ്കിലും ആണിപ്പഴുതിൽ തൂങ്ങി നിൽക്കുന്ന സമയത്താണ് നമുക്ക് അമ്മയെ തന്നത്. നമ്മൾ ആണിപ്പഴുതിൽ തൂങ്ങി നിൽക്കുമ്പോൾ കർത്താവ് നമ്മൾ പറയാതെ പറഞ്ഞ ചോദ്യമുണ്ട്, നിൻ്റെ അമ്മയെ, എൻ്റെ അമ്മയെ നിനക്ക് കിട്ടാൻ നേരമായി കൈ അടിച്ച് കർത്താവ് ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിട്ട്. അമ്മ എങ്ങനെ കിട്ടണത്? അമ്മയുടെ അരൂപി സ്വീകരിച്ചാണ് നമുക്ക് അമ്മയുടെ ആത്മാവിനെ ലഭിക്കണത്. അമ്മയുടെ അരൂപി, അമ്മയുടെ നിലപാട്, അമ്മയുടെ സമീപനം, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ പ്രകൃതി, അമ്മയുടെ സംസ്കാരം, ഇങ്ങനെ കുറേ മരിയൻ ആധ്യാത്മിക വിഷയങ്ങളുണ്ട്. ഓരോരോ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ ഈ മരിയൻ നിലപാടുകളും സമീപനങ്ങളുമാണ് സംശീകരിക്കുന്നത്. ഇപ്പോൾ ഒരു മരിയൻ നിലപാട് എന്താണ്? അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കാ 1:34. അതിന് മറുപടിയുണ്ട് ദൈവത്തിന്. സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ്. എന്താ? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം നിസ്സാരമല്ല, അൾട്ടിമേറ്റായിട്ട് നോ എൻഡായിട്ട് കിടക്കുന്ന കാര്യമാണത്. ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പുരുഷനെ അറിയാതെ എങ്ങനെയാണ് ഗർഭിണിയാകണത്? അതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന മറുപടിയാണ് എന്താ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. അത്യുന്നതൻ്റെ ശക്തി നിങ്ങളിൽ ആവസിക്കും. അപ്പം ഇനി എന്തായാലും എന്ത് സംഭവിക്കണമെങ്കിൽ ഇനി എന്ത് വേണം? അത്യുന്നതൻ്റെ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യങ്ങൾക്ക്, നടക്കാത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്താണ് വേണ്ടത്? അത്യുന്നതൻ്റെ ശക്തി. ലൂക്കാ 1:35 കൈ അടിച്ച് കിടത്താണ്. പരമദീവകാരണത്തിന് എന്നേരവും ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അത്യുന്ന ശക്തി നമ്മളിലേക്ക് വരുമ്പോഴാണ് എല്ലാ തടസ്സങ്ങളും മാറുന്നതെന്ന് പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ഉത്തരം നമുക്ക് മനുഷ്യരാശിക്ക് ലഭിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് അത്യുന്നതിൻ്റെ ശക്തി എങ്ങനെ നമ്മളിലേക്ക് വരും? ഈശോ പോകാൻ നേരത്തും വീണ്ടും ഈശോ മരണത്തിന് മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴും ഈശോ മരിച്ചുയർത്തെഴുന്നേറ്റ് തിരിച്ചു വന്നപ്പോഴും 2 വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. ഒന്നെന്താണ് പോകാൻ നേരത്ത് പറഞ്ഞത്? നിങ്ങൾ ജെറുസലേം വിട്ട് പോവരുത്. എന്നുവെച്ചാൽ അർത്ഥം എന്താണ്? വിട്ടു പോവരുത് എന്ന് വെച്ചാൽ 24:49 ലൂക്കാ 24:49 ജെറുസലേം വിട്ടു പോവരുത് എന്ന് വെച്ചാൽ ദൈവസാന്നിധ്യത്തെ കുടികൊള്ളണമെന്നല്ലേ? എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ
നിലനിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം എന്താണ്? പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതാണ്, അല്ലേ? അത്യുവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കാൻ ലൂക്ക 24:49 അനുസരിച്ചുള്ള ഒരു മാർഗം എന്താണ്? പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതാണ്. രണ്ടാമത് എന്താ? രണ്ടാമത് സ്വർഗാരോപണം ചെയ്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പറഞ്ഞത് എന്താ? എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, വിട്ടുപോകരുത്, കാത്തിരിക്കുക, അല്ലേ? നടപടി 1:4 എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക. ഇപ്പം നമുക്ക് മനസ്സിലായല്ലേ എന്താണ്? ലൂക്ക 1:35 അനുസരിച്ച് കൊണ്ട് അത്യുന്നതിൻ്റെ ശക്തി ലഭിക്കാനുള്ള 2 മാർഗങ്ങൾ എന്താണ്? ഒന്ന്, വിട്ടുപോകരുത്, പ്രാർത്ഥനയിൽ നിലനിൽക്കുക. രണ്ടാമത്തത് എന്താണ്? കാത്തിരിക്കുക. അപ്പോൾ പ്രാർത്ഥനയുമായി കാത്തിരിപ്പ് വരുമ്പോൾ എപ്പോഴും വരേണ്ട കൂടെയാണ്. അതിൻ്റെ കൂടെ വരണ എന്താണ്? ഉപവാസമാണ്. നമ്മൾ ഉപവസിക്കുമ്പോൾ എന്താ ചെയ്യണത്? വി ആർ വെയിറ്റിംഗ്. പഴയ കാലങ്ങളിലെല്ലാം പഴയ പിതാക്കന്മാരെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് ദൈവത്തെ കാത്തിരുന്നത്. നമ്മൾ ഒരു ആശയടക്കത്തിൻ്റെ മിനിമം പ്രോഗ്രാം അല്ല ഉപവാസത്തിനുള്ളത്. ഉടമ്പടി ഉപവസിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ആശയടക്കത്തിൻ്റെ മിനിമം പദ്ധതികളല്ല ഉപവാസത്തിനുള്ളത്. എന്താണ്? വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഇൻഡ്വെല്ലിംഗ്. നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? കർത്താവിൻ്റെ അത്യുന്നതൻ്റെ ശക്തി ആവഹിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉപവാസം ഒരു കാത്തിരിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ ഇതൊരു ഡബിൾ ഇഫക്റ്റാണ്. എന്താ കാര്യം എന്നറിയാം? ഡബിൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പോൾ പണ്ട് കർത്താവിൻ്റെ അടുത്ത് ഒരുത്തനെ കൊണ്ടുവന്നായിരുന്നല്ലോ, അരേ, ഒരു പിശാച് ബാധിതനെ അവൻ്റെ അപ്പം ഈശോൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോസ്തലന്മാർക്ക് അതിനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. കർത്താവ് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് അവനെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത്? അപ്പോൾ കർത്താവ് എന്നാ പറയണത്? പ്രാർത്ഥനയും ഉപവാസവും. മർക്കോസിൻ്റെ 9:29 തിരുവചനം. മർക്കോസ് 9:29. പ്രാർത്ഥനയും എന്ന് മാത്രമേ 9:29 കാണത്തുള്ളൂ. നിങ്ങൾ ടിപ്പണി വായിക്കണം, താഴേക്ക് ഇറങ്ങി ഫുട് നോട്ട്സ് വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട്, ചില കൈയെഴുത്തുകളിൽ ഇങ്ങനെ കാണുന്നു. എങ്ങനെ കാണുന്നു? പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ. മർക്കോസ് 9:29 ഏറ്റു പറഞ്ഞ്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗങ്ങളെ പുറത്തു പോകത്തില്ല. അതെന്താ? അപ്പോൾ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു വഴി മാത്രമല്ലത്, ദുഷ്ടാരൂപി പുറത്തു പോകാൻ വേണ്ടി കൂടിയുള്ള വഴിയാണ്. ഇതാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. ഈ ഉടമ്പടി ഇത്രയും സമയബന്ധിതമായി നടക്കാൻ കാര്യം എന്താ? ഇതൊരു പക്ക പ്രയറാണ്. കാര്യം ഒരേ സമയത്ത് 2 കാര്യങ്ങൾ നടക്കുകയാണ്. ഉടമ്പടിയുടെ പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് 2 കാര്യങ്ങളാണ് നടക്കുന്നത്. എന്താണ്? ഒന്ന്, മർക്കോസ് 9:29 അനുസരിച്ച് കൊണ്ട് പ്രാർത്ഥന ഉപവാസം കൊണ്ട് നമ്മളിലുള്ള ദുഷ്ടാരൂപിയോ ലോകാരൂപിയോ, കാരണം ദുഷ്ടാരൂപി എല്ലാവരും ഇല്ലെങ്കിൽ ലോകാരൂപി ആവശ്യത്തിനുണ്ടാവും. ലോകാരൂപി ഉണ്ടായാലും കുഴപ്പമാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് യോഹന്നാൻ 14:17. ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് കൈയടിച്ച് കർത്താവിന്റെ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, കർത്താവേ ആരാധന കർത്താവേ. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. എല്ലാവരും കരങ്ങളടിച്ചുകൊണ്ട് ഈശോയെ നോക്കിക്കൊണ്ട് ഞങ്ങളിൽ നിറയണമേ ഉന്നത ശക്തിയെ നിത്യസഹായക ഞങ്ങളിൽ നിറയണമേ. ഉടമ്പടി കർത്താവ് തന്നപ്പോൾ ഇത്രയും ശക്തമാണെന്ന്, ഇതിൻ്റെ ആന്തരികത ഭയങ്കര ബലിഷ്ഠമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഓരോരോ കാലങ്ങളിൽ കർത്താവ് ഓരോരോ വിഷയങ്ങൾ സുവിശേഷ വിഹിതമായി നമുക്ക്
ആന്തരിക ബോധ്യം നൽകുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. എന്താ കാര്യം? ഒരേ ഈ ഉടമ്പടിയുള്ള ഒരു ഉപവാസം കൊണ്ടും ഒരു പ്രാർത്ഥന കൊണ്ടും രണ്ട് ഇഫക്റ്റാണ് ഒരേ സമയം നടക്കുന്നത്. എന്താ? നമ്മളിലുള്ള ലോകാരൂപികൾ പുറത്തു പോവുകയും ദൈവാരൂപി അതേസമയം തന്നെ നമ്മളിൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ ദൈവാരൂപി നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാ തടസ്സങ്ങളും മാറിയെന്നർത്ഥം. പിന്നെ വാഗ്ദാനം എപ്പോഴായാലും പാലിക്കപ്പെടും. കാര്യം പരിശുദ്ധാത്മാവ് വാഗ്ദാനത്തിലൂടെ നമുക്ക് ലഭിച്ച ആളാണ്. സ്തുതിയുടെ ഹല്ലേലൂയ ആണ്. പിന്നെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ കാണിക്കേണ്ടത് ആത്മാർത്ഥതയാണ്. ഇപ്പോൾ സ്റ്റാനിയുടെ ലാസ്റ്റ് സാക്ഷ്യം കണ്ടല്ലേ? സ്റ്റാനി ഇന്നിവിടെ വരാൻ കാര്യം എന്താ? സാക്ഷ്യം പറയാൻ വന്നതല്ലല്ലോ. എങ്ങാനും കോൾ ഫോർ ചെയ്യണമെങ്കിൽ പ്രാർത്ഥന മുടങ്ങിപ്പോകുമെന്ന് വൈഫ് പറഞ്ഞെന്ന്, അതല്ലേ? അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കണം. എങ്ങാനും നിങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ്? ഈ മാസത്തെ പ്രാർത്ഥന നഷ്ടപ്പെടും. ദൈവതിരുസേനയെ വ്യാപരിക്കണവൻ ആത്മാർത്ഥതയിലും സത്യത്തിലും വ്യാപരിക്കണം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണ പോലെ തന്നെയാണ് ആത്മാർത്ഥത. അതുകൊണ്ടാണ് അവൻ അമ്മ മണ്ണി ചവിട്ടിയപ്പോൾ തന്നെ അവനെ തിരിച്ച് വിളിച്ച് റീഇൻസ്റ്റേറ്റ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. വളരെ പ്രധാനപ്പെട്ട സമയമാണ്. എൻ്റെ മക്കൾ സന്തോഷമായിരിക്കുക. നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, നമ്മളോട് വസിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, പിതാക്കന്മാരുടെ പുറപ്പാട് യാത്രയിൽ രാത്രി തീത്തൂണായി, പകൽ മേഘസ്തംഭമായി വഴിയാത്ര നടത്തിയ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയായി നിൻ്റെ കൂടെ സഹവസിക്കുന്നത്. അമ്മയെ വിളിച്ചുകൊണ്ട് പോകണമെന്നൊക്കെ അച്ഛൻ ഇടയ്ക്ക് പറയുന്നത് ഈ വാഗ്ദാന പേടകത്തിൻ്റെ ആശയപരിസരത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന വ്യക്തിയുടെ മുമ്പിൽ അമ്മ കൂടെ വരും. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായിരുന്നു. മകൾക്ക് വല്ലാത്ത വർഷങ്ങൾ പഴക്കമുള്ള ശ്വാസം മുട്ട. ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്നപ്പോൾ മകള് അമ്മയോട് പറയും, അമ്മയെ വല്ലാത്ത ഒരു സുഗന്ധമാണല്ലോ നമ്മുടെ വീട്ടിലെന്ന്. അപ്പോൾ അമ്മ രണ്ടും കൽപ്പിച്ച് പറയും, അത് അമ്മ വന്നതാണെന്ന് പറയും. അമ്മ വന്നതാണ്, എൻ്റെ മകൾക്ക് ഇനി ഒരിക്കലും ശ്വാസം മുട്ടുണ്ടാവത്തില്ലെന്ന്. അപ്പോൾ ലൈറ്റ് ഓഫ് ആകും ഓട്ടോമാറ്റിക്കായി. അപ്പോൾ അവൾക്ക് മനസ്സിലാവും കട്ടിലിൽ ആരോ ഇരിക്കണമല്ലോ എന്ന്. പിന്നെ അവൾക്കൊരിക്കലും ശ്വാസം മുട്ടുണ്ടായിട്ടില്ല. ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മ നിങ്ങളുടെ കൂടെ വരുന്നു എന്നുള്ള സത്യം എൻ്റെ മക്കൾ തിരിച്ചറിയാനാണ് ഇപ്പോഴും ഈശോ ഇത് പറയണത്. നമ്മളിപ്പോൾ ശ്വാസം മുട്ട് രോഗികൾക്ക് എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ശ്വാസം മുട്ടുള്ളവരെ നെഞ്ചത്ത് കൈവെക്കണം. ആ ശ്വാസത്തിൻ്റെ ആ കൈയുടെ ബാക്കിൽ ഉള്ളിൽ നിൻ്റെ ഹൃദയമുണ്ടാകും, നിൻ്റെ കരളുണ്ടാകും, നിൻ്റെ നെഞ്ചും കൂടെ ഉണ്ടാകും. അതിനൊക്കെ കേടുപാടുകളുണ്ടെങ്കിൽ കണ്ണീരോടെ അമ്മയോട് പറയണം, അമ്മേ ഈശോനോട് പറ എൻ്റെ ഹൃദയത്തെ സുഖപ്പെടുത്താൻ. അമ്മ ഈശോനോട് പറ എൻ്റെ കരളിനെ സുഖപ്പെടുത്താൻ. എനിക്ക് വേലയെടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പറക്കാൻ പറ്റിയിരിക്കുകയാണ്, ഇവിടെ അടുത്ത് എത്തിയിട്ടില്ല. എൻ്റെ ജോലി, എനിക്ക് തന്ന ജോലി പൂർത്തിയാക്കാൻ എനിക്ക് അനുവാദം തരാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കും മക്കളെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ കർത്താവേ, കരളിനെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, കരളിനെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവേ, ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവേ. അസ്ഥിക്കൂടുകളെ സ്പർശിക്കണേ കർത്താവേ. കർത്താവെ, പതിരെ സ്പർശിക്കണേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങളെ, ശ്വാസകോശ രോഗങ്ങളെ, ഹൃദയ രോഗങ്ങളെ യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ മാറിപ്പോകട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധന സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സ്പോണ്ടിലോസിസ്, കഴുത്തുൾക്ക് വേദനകൾ, കഴുത്തിൻ്റെ ഞരമ്പൊക്കെ ശോഷിക്കുന്നത്, തൈറോയ്ഡ് രോഗങ്ങൾ, അതൊക്കെ നിസ്സാരമായിട്ട് ആരും കരുതരുത്. ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? അവിടെ വീട്ടിലെ വൻതേനിൻ്റെ കടുന്നകളാണല്ല, ഈച്ചയൊന്നുമല്ല, അത് കടുന്നയാണ് വന്നിരിക്കുന്നത്. വൻതേനിൻ്റെ കടുന്നയാണ്, അതാണ് ഇങ്ങനെ അപ്പം പോലെ മുറം പോലെ ഇരിക്കുന്നത്. ഒരു കുത്തു കൊണ്ടാൽ അന്നത്തേക്കായി. അതാണ് അവർക്ക് പേടിയായെന്ന് പറഞ്ഞത്. അതിനെ കളയാനാരും ഇല്ലെന്ന് പറഞ്ഞു. എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇരുന്നത്. കാര്യം ആ സാക്ഷ്യം ഒരു വലിയ സാക്ഷ്യമാണത്, ചെറിയ കാര്യമല്ലത്. അവരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ചുള്ള ചെറുതാണ് അത്, അവർക്കത് വലുതാണ്. അവർക്ക് സമാധാനമില്ല. അത് കാരണം ഈ സാധനം ഏത് സമയത്ത് ഓടി അടുക്കള കയറുമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആർക്കും അത് സാധിക്കാൻ പറ്റാതെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞെന്ന്, ഒരു കടന്നലിൻ്റെ കാര്യത്തിൽ പോലും അമ്മ ഇടപെടും മക്കളെ. ഉടനെ അമ്മ അതിനുള്ള സമാധാനം കണ്ട്. എന്താണ്? മുഷറാണ് വന്നിരിക്കുന്നത്, ഉറുമ്പല്ല, മുഷർ, വലിയ ചുവന്ന ഉറുമ്പില്ലേ, അതാണ്. അവൻ കയറി അതിനെ ഓടിച്ച് കളഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞത്, അങ്ങനെയൊക്കെ ഓടിപ്പോവും, ഈ സാധനം പിന്നെയും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പരന്തുകളെ വിട്ടെന്ന് പറഞ്ഞു, കൊത്തിയടത്ത് ദൂരെ കളയാൻ വേണ്ടി. അപ്പോൾ എല്ലാ വിഷയത്തിനും ഇടപെടുമെന്നല്ല എൻ്റെ അർത്ഥം. ഇത് കേൾക്കുന്നത് മനസ്സിലാക്കണം. നിൻ്റെ കുഞ്ഞു കാര്യമെന്ന് പറഞ്ഞാലും ശരി, അമ്മയ്ക്കത് നീ അനുഭവിക്കുന്ന കാരണം അമ്മയ്ക്കത് വലിയ കാര്യങ്ങളാണ്. ശ്രുതികട ഹല്ലേലൂയ. വിശ്വാസിക്കുന്നതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല, അത് വിശ്വാസത്താൽ ദൈവികമായ ഇടപെടലാണ്. വിശ്വാസമില്ലാത്തവൻ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെല്ലാം സ്വാഭാവികമായി സംഭവിക്കും. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കും. അവിശ്വാസി എന്താ? ആദ്യം മുതൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കുറേ ജീവിക്കാനുള്ള മാർഗങ്ങളും ആഹാരത്തിനുള്ള മാർഗവും തന്നിട്ടുണ്ട്. അതവൻ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം കഴിവ് കൊണ്ട് സമ്പാദിച്ചാണെന്ന് പറയും. അത്രയേ ഉള്ള കാര്യം, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടാൻ വേണ്ടിയാണ് ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ പൈതലാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സ്പോണ്ടിലോസിസ്, കഴുത്തിൻ്റെ അസുഖങ്ങളാണ്. തല നേരെ നിൽക്കാത്ത അവസ്ഥ, കഴുത്തിൻ്റെ വേദന, തൈറോയിഡ്, ടോൺസിലൈറ്റിസ്. കഴുത്തിന് അസുഖമുള്ളവർ, നിങ്ങൾക്ക് ചിലപ്പോൾ കഴുത്തിന് അസുഖം ഉണ്ടാവത്തില്ല, അതിനെ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. പക്ഷേ കഴുത്തിൻ്റെ അസുഖമുള്ളവർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവരെ നിങ്ങൾക്കറിയാം. നിങ്ങൾ കഴുത്തെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരെ നിങ്ങൾ ഓർക്കണം. ദൈവം അവരെ ഇപ്പോൾ സുഖപ്പെടുത്തും നിൻ്റെ പ്രാർത്ഥനയുടെ യോഗ്യതയാൽ. കഴുത്തിന് അസുഖമുള്ള കഴുത്തെ തൊടുക. കഴുത്തിന് അസുഖമില്ലാത്തവരും ആർക്കെങ്കിലും കഴുത്തിന് അസുഖം ഉണ്ടെങ്കിൽ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ശത്രുക്കളായാലും അവർക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോ, കഴുത്ത് രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴുത്ത് രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ ലൈവായി യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, കർത്താവേ, കാണാൻ പോകുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിലെ കഴുത്ത് രോഗങ്ങള്, തൊണ്ട രോഗങ്ങള്, തൊണ്ട യേശുവിൻ്റെ നാമത്തില് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. മക്കളെ, അച്ഛൻ ഇങ്ങനെ ഓരോ രോഗങ്ങളുടെ പേര് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഈസിയായിട്ടല്ല പറയണത്. അത് ഞാൻ ഇത്തിരി വേദനയോട് തന്നെയാണ് പറയണത്. എന്താ കാര്യം എന്നറിയാവോ? ഇതൊക്കെ വന്ന് പെട്ടുകഴിഞ്ഞാൽ ആ മനുഷ്യന്മാർ അനുഭവിക്കുന്ന പ്രയാസം സഹിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി, കാസർഗോഡ് നിന്നാണ്. അവർക്ക് ഭക്ഷണം കഴിച്ച അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം, അത്ര ഉദരരോഗമാണ്. പക്ഷേ അവൾ വന്ന് ഉടമ്പടി ചെയ്ത കാരണം പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കാൻ പറ്റത്തുമില്ല. അപ്പം കണ്ണീരിട്ടാണ് കാസർഗോഡ് നിന്ന് ഇറങ്ങണത്. കർത്താവേ, ഞാൻ ഇറങ്ങുകയാണ്. എവിടെയാണ്? ഞാൻ സ്ത്രീയല്ലേ, എൻ്റെ അവസ്ഥ അറിയാമല്ലോ.
ആ സാക്ഷ്യം കേൾക്കാതെ നമ്മൾ കരഞ്ഞു പോകും. അമ്മ അവളെ വഴിക്ക് വെച്ച് സുഖപ്പെടുത്തി, ഒരിക്കലും രോഗമില്ലാത്ത രീതിയിലേക്ക്. ശ്രുതിയുടെ ഹല്ലേലൂയ. Praise the Lord. അതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നോക്കണം കേട്ടോ, പ്രാർത്ഥനാപൂർവ്വം നോക്കണേ. ഇപ്പം നിങ്ങൾ ഉദര രോഗികളെ വയറ്റിൽ കൈവെക്കുക. ഉദരരോഗം നമുക്ക് കുറച്ച് പൈസ ഉള്ളതിനൊരു കാര്യമില്ല. ചിലപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്നാലും 6 മാസം കിടക്കേണ്ടി വരികയല്ലേ. എന്നാലും പഴയതുപോലെ ആഹാരം കഴിക്കാൻ എപ്പോഴും പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങളിൽ ഉള്ളത് കഴിവുകളൊന്നും നിങ്ങൾ ദൈവതിരുസന്നിധി വരുമ്പോൾ അത് മെറിറ്റായിട്ട് എടുക്കരുത്. കർത്താവേ, എനിക്ക് നിൻ്റെ സൗഖ്യം മതിയെന്ന് നീ പറയണം. മനുഷ്യന്മാർക്ക് ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മനുഷ്യന്മാർക്ക് വൈദ്യനെ നിശ്ചയിച്ചത് ദൈവമാണെന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും 38. വിജയം വൈദ്യൻ്റെ, ഡോക്ടറിൻ്റെ കയ്യിൽ സ്ഥിതി ചെയ്യുന്ന അവസരങ്ങളുണ്ട് എന്നാണ് പ്രഭാഷകൻ 38:13 പറയണത്. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയാണ് വന്നത്. കാര്യം എന്താണ്? വിജയം ഡോക്ടറിൻ്റെ കയ്യിൽ സ്ഥിതി ചെയ്യാത്ത അവസരങ്ങളും ഉണ്ടാകാം. അപ്പോഴാണ് ദൈവിക ഇടപെടൽ വേണ്ടി വരണത്. അപ്പം നമ്മൾ വൈദ്യശാസ്ത്രത്തെ ആശ്രയിച്ചതിന് ശേഷമാണ് ദൈവത്തെ നമ്മൾ ആശ്രയിക്കുന്നത്. അത് ഓരോരുത്തരുടെ വിശ്വാസ നിലവാരം പോലെ ഇരിക്കും. പക്ഷെ സ്വാഭാവികമായി ദൈവ സംവിധാനമാണ് ഔഷധവും ആശുപത്രികളുമെല്ലാം. അതും ദൈവ സംവിധാനം തന്നെയാണ്. നമ്മൾ ആദ്യം അത് ഉപയോഗിക്കും. അവർ നിസ്സഹായരായി കഴിയുമ്പോൾ നമുക്ക് പിന്നെയുള്ള ആശ്രയം എന്താണ്? ദൈവം മാത്രം. ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. പല രോഗികളെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തും. അൾസർ രോഗമുണ്ടാകും, കുടലിൽ പുണ്ണുണ്ടാകും. ഇപ്പോഴൊരു സാക്ഷ്യം ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത്, കുടൽ കുരുങ്ങിപ്പോയതാ. ചെറുകുടലും വൻകുടലും തമ്മിൽ കുരുങ്ങി കെട്ടിവെച്ചിട്ട് ഡോക്ടർ ഔഷധവും വെള്ളം പമ്പ് ചെയ്തിട്ടും പിരിച്ചൽ മാറുന്നില്ല. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞു. ആ രോഗം ഉടമ്പടി തൈലം തേച്ച് കഴിഞ്ഞപ്പോൾ നേരെയായി. ഉടമ്പടി തൈലം ഒരു മാജിക് മന്ത്രമൊന്നുമല്ല. യേശു കർത്താവാണെന്ന് അതുപയോഗിക്കുന്നവൻ, അത് വെഞ്ചരിക്കണ ഞാനും അതുപയോഗിക്കുന്ന വ്യക്തിയും പറയണത് എന്താ? യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ദൈവം അവനെ മരിച്ചവൻ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു. അതിൻ്റെ അടയാളങ്ങളും ആപ്ലിക്കേഷൻസും പ്രയോഗവുമാണ്. ഒരു വചനത്തിൻ്റെ പ്രയോഗമാണ്. ഉപ്പ് വഴി സൗഖ്യപ്പെടുന്നത്, ഉടമ്പടി തൈലം വഴി സൗഖ്യപ്പെടുന്നത്, അതിൽ ആ എണ്ണയിലല്ല ആ ശക്തി ഇരിക്കണത്. എന്താണ്? അതിൽ നമ്മൾ വെഞ്ചരിക്കുമ്പോൾ പ്രയോഗിക്കുന്ന വചനത്തിൻ്റെ വിശ്വാസമുണ്ട്. അത് തന്നെ നമ്മൾ റിലീസ് ചെയ്യണത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ അതിൻ്റെ പ്രയോഗമാണ് നമ്മൾ ചെയ്യണത്. ഉപ്പിടുമ്പോഴും ഉടമ്പടി തൈലം ശരീരത്തിൽ തേക്കുമ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുന്ന റോമാലേഖനമാണ് 10:9. എന്താ റോമാലേഖനം പറയണത്? ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തെ വിശ്വസിക്കും. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. അപ്പോൾ രോഗമല്ല കർത്താവെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. പിന്നെ ആരാണ് കർത്താവ്? യേശുവാണ് കർത്താവ്. കുടലിൽ കുരുങ്ങി വീണതാണ് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ഭരിക്കാൻ നീ അനുവദിക്കത്തില്ല. യേശുവാണ് നിന്നെ ഭരിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. കൈ അടിച്ച് കർത്താവാണ് ചൊല്ലുക. എന്നോട് പറഞ്ഞ അച്ഛാ, ഉടമ്പടി തൈലം എന്ന് പറയരുത്. എന്താ കാര്യം? ആയുർവേദ വിധി പ്രകാരം തൈലം എന്ന് പറയുന്നത് 3 മരുന്ന് ഒരുമിച്ച് കൂടുമ്പോഴാണ് തൈലമാകണത്. അതുകൊണ്ട് എണ്ണയെന്നാണ് പറയേണ്ടത്. തൈലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള തരികിട പരിപാടിയാണ്. ഓരോ മനുഷ്യന്മാർ കാര്യങ്ങൾ കാണുന്ന രീതികൾ കണ്ടില്ലേ? ബൈബിൾ എന്താ പറയണത്? ആയുർവേദ തൈലമാണ് ബൈബിൾ പറയണത്. മർക്കോസ് 6:9 ഉടമ്പടി തൈലം തന്നെയാണ് പറയണത്. തൈലം സഭയുടെ
സഭയുടെ 2000 കൊല്ലത്തെ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നത് എല്ലാം എന്താണ്? എണ്ണയല്ല, തൈലമാണ്. ആയുർവേദ വിധി പ്രകാരം പല തൈലം പറയുമായിരിക്കും, അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. നമ്മളെ കൊടുക്കുന്നത് യേശുക്രിസ്തു നാമത്തിൽ ആശീർവദിച്ചിരിക്കുന്നത് ഔഷധ തൈലമാണ്. ആരുടെ? ദൈവത്തിൻ്റെ ശക്തിയുള്ള. അതുകൊണ്ടല്ലേ ആൾക്കാർ അത് ഉപയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു തൈലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് മാധ്യമമായിട്ടാണത് മാറണത്. വിശ്വാസം ആ വ്യക്തി പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. അപ്പം തൈലമല്ല സുഖപ്പെടുന്നത്, കർത്താവാണ് സുഖപ്പെടുന്നത്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ പ്രാർത്ഥിക്കുക. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നിയിൽ കല്ലുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നി വീക്കമുള്ളവർ പ്രാർത്ഥിക്കുക. കിഡ്നി ചുരുക്കമുള്ളവർ പ്രാർത്ഥിക്കുക. വൻകുടലിൽ കുരുക്കളുള്ളവർ പ്രാർത്ഥിക്കുക. മൂത്രമൊഴിക്കുമ്പോൾ പെരുപ്പുള്ളവർ പ്രാർത്ഥിക്കുക. എരിച്ചിലും പുകച്ചുള്ളവർ പ്രാർത്ഥിക്കുക. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശു മിശിഹായേ, ഉദര രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉദര രോഗികളെ നിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉദര രോഗികളെ നിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടലിലെ കുരുക്കള്, അൾസർ, അരിസസ്, പിസ്തുല, കർത്താവെ, എല്ലാ രോഗങ്ങളും PCOD യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഉദര രോഗങ്ങൾ എല്ലാം സമർപ്പിച്ച് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ ഉദര രോഗങ്ങളും എടുത്ത് മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അസ്ഥിവേദനക്കാര്, നടുവേദനക്കാര്, വേദനയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഈശോയുടെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ ഈ വേദനയുള്ള സ്ഥലത്ത് വെക്കുന്നു എന്ന് പറയണം. മരിച്ചുയർത്തുന്നേറ്റ് എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വേദനയുള്ള സ്ഥലത്തേക്ക് എൻ്റെ കൈകളെ വെക്കുന്നു. അസ്ഥിവേദനയായാലും അസ്ഥി ഉരുക്കമായാലും പിരിച്ചുകൾ കുറേ കാലം നിന്ന് വേദനിക്കുന്ന രക്തം പൊക്കുന്ന അസുഖമായാലും അടിവയറ്റിൽ അവർക്ക് കൈവെക്കാവുന്നതാണ്. യേശുനാമത്തിൽ വെക്കണമെന്ന് പറയണം. ഞാൻ എൻ്റെ രോഗം അവസാനിപ്പിക്കാൻ വേണ്ടി യേശുനാമത്തിൽ ഈ കൈകളെ എൻ്റെ ശരീരത്തിൽ വെക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോ കർത്താവ് ഒന്നും അസാധ്യമില്ലാത്തവനെ, ഈശോ എല്ലാം സാധ്യമായവനെ, ഈശോ നിനക്ക് സ്തോത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്നു. മക്കളെ കൈവച്ചിരിക്കുന്ന ഇടങ്ങളിൽ രോഗങ്ങളുണ്ടെങ്കിൽ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, സൗഖ്യം പ്രാപിക്കട്ടെ. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വർഗത്തിൻ്റെ സ്വത്തവകാശമുള്ള മണ്ണെന്ന്. ആ മണ്ണ് നിന്നെ വിളിച്ചിരിക്കുകയാണ്. നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് നീ അത് തിരിച്ചറിയണം. നിൻ്റെ കണ്ണുനീര് കർത്താവ് കണ്ടു എന്നുള്ള സൂചന മാത്രമല്ല, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം കൂടിയുണ്ട്. നിന്നെ ഇവിടെ വിളിച്ചു വരുത്തുമ്പോൾ, നിന്നെ വിളിച്ചു വരുത്തിയ ദൈവമാണെങ്കിൽ നീ തിരിച്ചു പോകുമ്പോൾ കർത്താവ് നിൻ്റെ കൂടെ വരികയും നിന്നെ സന്തോഷിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യാം. ദൈവവേദന ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കല്യാണം ഇതുവരെ ഒത്തുവരാത്തവരെ, മക്കളില്ലാത്തവരെ, ഉള്ള ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടാൻ പോകുന്നവരെ, വല്ല ജോലി നഷ്ടമാകാൻ പോകുന്നവരെ, വരുമാന മാർഗം കടയും കച്ചവടവും വ്യാപാരവും വ്യവസായവും ഒക്കെ എല്ലാം തകർന്നു പോകുന്നവരെ, ഇനി ജീവിക്കാൻ ഒരു തുണ്ട് ഭൂമി മാത്രം അവശേഷിക്കുന്നവരെ, കടങ്ങളെ കയറി പെരുകിയിട്ട് വീട് വിൽക്കാൻ പറ്റാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവരെ, അവരെല്ലാം ഓർക്കുകയാണ്.
പലതരത്തിലുള്ള തടസ്സങ്ങൾ, വിസയ്ക്ക്, പ്രോസസ്സിങ്ങിന്, PR, എമിഗ്രേഷന് എല്ലാം തടസ്സങ്ങളുള്ളവർ അവരെല്ലാം ഇപ്പോൾ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പുതിയ നൈപുണ്യ പരീക്ഷകൾ, അത് യോഗ്യതാ പരീക്ഷകൾ, IELTS പോലുള്ള, MOH പോലുള്ള, ഹാദ് പോലെയുള്ള പരീക്ഷകൾ, ആ പരീക്ഷകളുടെ മേലെല്ലാം പഠിക്കാൻ പറ്റാത്തവർ, പഠനത്തിൽ മനസ്സിൽ പതിഞ്ഞു നിൽക്കാത്തവർ, പരീക്ഷ എഴുതിയ പരീക്ഷയിൽ തോക്കുവന്ന് ഓർത്ത് വേദനിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കണ്ണച്ചൊരിയാൻ വേണ്ടി, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, കർത്താവിന് പലതരത്തിലുള്ള ഭാഗോടമ്പടി നടക്കാത്തവർ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കണ്ണച്ചൊരിയാൻ വേണ്ടി കർത്താവേ, ഉന്നതമായ നാമത്തിൽ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ, മക്കളെ സ്പർശിക്കണമേ കർത്താവേ, നൽകണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചുള്ള അടയാളത്തിൽ ദൈവസത്യാൽ ദുരിതങ്ങൾ, തടസ്സങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി എന്തെങ്കിലും കാര്യം കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുക. അച്ഛൻ്റെ ശ്രദ്ധയിൽ വന്നാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴും ഓർക്കണം. ഈശോ അതിനുവേണ്ടി സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് ഈ ആൾത്താരെ കയറാൻ കർത്താവ് അനുവദിക്കും. നേർച്ച വസ്തുക്കൾ എടുക്കുക.